വീണ്ടും അത് തന്നെ വാട്ടയിറ്റിനിടെ. പിന്നെ വേറൊന്നുമല്ല, ഈ ക്യാഷ്യൊക്കെ നിർത്തിയിട്ട് കുറേ ദിവസമായി. നല്ല അലർജിയാണ് കേട്ടോ. എല്ലാവരും ഒന്നും അത് കഴിക്കരുത്. അലർജിയുള്ള ഒരു സംഭവമാണ്. ചിലർക്കൊന്നും അത് പിടിക്കത്തില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടേ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കഴിക്കാവൂ കേട്ടോ. അപ്പോൾ രാവിലെ ഇത് പാലും ഇതുമായിട്ടൊക്കെ എടുത്ത് പടിയുടെ വാതിൽക്ക വന്നിരുന്നിട്ട് ഈ മണ്ട പോയ തെങ്ങിലോട്ട് നോക്കി കുറച്ച് തീയൊക്കെ ഇട്ടതിൻ്റെ ഇതെല്ലാം പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ ഒരാൾ അപ്പുറത്തിരിക്കുന്നത് കണ്ടോ, നമ്മുടെ വേഴാമ്പലിൻ്റെ കഥ നമ്മുടെ യൂട്യൂബിലും എല്ലാ സൈറ്റുകളിലും ഇങ്ങനെ കാണാം എപ്പോഴും ഇങ്ങനെ. അതെന്താണെന്നറിയാമോ, അവിടെ വന്നൊരു കൂടുണ്ടാക്കുന്നുണ്ട് ആ തെങ്ങിൽ. എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ രണ്ടും കൂടെ വരുന്നത്, അതായത് ഇണയും കൂടാണ് വരുന്നത്. വന്ന് കൂടുണ്ടാക്കി അതെല്ലാം കുത്തി 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 വെച്ചിട്ട് പോകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുറേ സമയം അലേർട്ടായിട്ടിരിക്കും. അപ്പോൾ രാവിലെ പിന്നെ റാഗിപ്പുട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയായിരുന്നു, നല്ല ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അതങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. ഡെയിലി ഒന്നും പറ്റത്തില്ല, നല്ലോണം ചമ്മന്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമരപ്പയർ മെഴുക്കുരുട്ടി വെക്കും, ബീറ്റ്റൂട്ട് തോരന്, സാമ്പാറൊക്കെ കൂട്ടി ആസ്വദിച്ച് കഴിച്ചു. അമരപ്പയർ എനിക്ക് തോരൻ വെക്കുന്നത് ഇഷ്ടമാണ്, മെഴുക്കുരുട്ടി ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ബീൻസിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ആളാണ് നമ്മുടെ അമരപ്പയർ കേട്ടോ. അപ്പം അത് ഒഴിവാക്കാതിരിക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അമരപ്പയർ. തോരൻ വെക്കുമ്പോൾ അത്ര ടേസ്റ്റൊന്നും തോന്നിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് കഴിക്കണം, അത്രയേ ഉള്ളൂ. ഉച്ചയ്ക്ക് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 25-ലെടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വൈകിട്ട് അമ്മ ഉപ്പേരി, അതായത് നമ്മളിപ്പം കായ പുഴുങ്ങാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചിരിക്കുന്ന കായയിൽ 2 എടുത്ത് പിന്നെ ചീനി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്ത് ചീകിയിട്ട് അമ്മ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. ചീനിയും ഉണ്ടായിരുന്നു, ചേമ്പും ഉണ്ടായിരുന്നു. അതങ്ങനെ ഉപ്പേരി പെട്ടെന്ന് ഉണ്ടാക്കി. വൈകിട്ട് പിന്നെ വീണ്ടും നമ്മുടെ ഇതേ വിഭവങ്ങളൊക്കെ കൂടി തന്നെ ചോറൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഓക്കേ.